ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ചെടി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭവിഷ്യവാണി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭവിഷ്യവാണി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണ്. എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു വിജയശ്രീ ലാളിതനായിട്ട് നിങ്ങൾ വരിക എന്നുള്ളത് അത് ഫെയ്റ്റിട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ടും ലാസ്റ്റ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണ്. പക്ഷേ എല്ലായ്പ്പോഴും പോലെ ലാസ്റ്റ് നിങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ഇവിടെ ഇപ്രാവശ്യം നിങ്ങൾക്കൊരു പേടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു. ഇല്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പേടി കാരണം ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നാണ്. ഞാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്നെ ആർക്കും പറ്റത്തില്ല എന്നുള്ള തോന്നലാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ്, ഇങ്ങനൊരു പ്രശ്നത്തിലാണ് നിങ്ങളുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറത്തു വരാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതികൾ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുകയും നിങ്ങൾ പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മിറാക്കിൾ തന്നെയാണ്. സ്ഥിതികൾ പെട്ടെന്ന് നിങ്ങളുടെ ഫേവറായിട്ട് വരുന്നത്. നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു, ദൈവമേ സ്ഥിതികളെല്ലാം എനിക്ക് ഫേവറായിട്ട് വരണേ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു സംശയമായിരുന്നു, ഇല്ല എനിക്കിതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാൽ അത് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു മിറാക്കിൾ സംഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിപരീതമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് സഡനായിട്ട് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ സാധിക്കത്തില്ല. സഡനായിട്ടായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റായ ഒരു തോട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇനി മോശം സംഭവിക്കാൻ പോവുകയാണോ, അങ്ങനെയുള്ള തോട്ട്സ്. നിങ്ങൾക്കുള്ള ഒരു നല്ല ഒരു ഗുണമെന്ന് പറയുന്ന ആര് നിങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യാൻ വന്നാലും, അതായത് അവർ അഹങ്കാരത്തിൻ്റെ ആ ഒരു ഇതിൽ നിങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യാൻ വന്നാൽ അവർ തോൽക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പല സ്ഥലത്തും നോട്ടീസ് ചെയ്ത കാര്യമാണ്. ഇവിടെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാർ ആവശ്യമില്ലാതെയാണ് നിങ്ങളുടെ ആ ഒരു ശത്രുഭാവത്തിൽ വരുന്നത്. എന്നിട്ട് ആവശ്യമില്ലാതെ അവർ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ചില ആൾക്കാർ കോപ്പി അടിക്കുന്ന നിങ്ങളുടെ സംസാര രീതിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടും, അപ്പോൾ അവർ അതുപോലെ കോപ്പി അടിക്കും നിങ്ങളുടെ. ചില ആൾക്കാർ നിങ്ങൾ എന്താണോ വർക്ക് ചെയ്യുന്ന അതേ സെയിം വർക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്ന അത് തന്നെ ഇവരും ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് നിങ്ങളുടെ ഐഡിയ അവർ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇത് എൻ്റെ ഐഡിയ അല്ലേ, ഞാനല്ലേ ഇത് ചെയ്യാൻ ശ്രമിച്ചത്, അതെങ്ങനെ അവർക്ക് മനസ്സിലായി അവരും അതേപോലെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നിങ്ങളുടെ എനർജി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണമെന്നുള്ളതാണ്. മറ്റുള്ളവരെ പോലെ എല്ലാവരെയും പലരെയും പല വഴിയിലാക്കണം, അങ്ങനെ ഒരു എനർജി അല്ല. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ ആരെങ്കിലും വഴക്കിടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വഴക്ക് ഇല്ലാതാക്കാനേ ശ്രമിക്കത്തുള്ളൂ, അല്ലാതെ ആ വഴക്ക് കൂട്ടാൻ ശ്രമിക്കത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും എല്ലാവരും ഒരുമിച്ച് നല്ലതായിട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് കാര്യങ്ങൾ നേരെയാക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മജീഷ്യൻ പോലെയുള്ള പവർ ഉണ്ട്. ഇവിടെ ഏത് വ്യക്തി നിങ്ങളോട് കോമ്പറ്റീഷൻ വച്ചാലും നിങ്ങളായിരിക്കും അവിടെ വിജയിക്കുന്നത്. വീട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഗെയിം നിങ്ങൾ കളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ ഒരു ചെറിയ ഗെയിമിൽ പോലും നിങ്ങളായിരിക്കും വിജയിക്കുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ നേരത്തെ തന്നെ ഫീലാക്കുകയാണ്. ഏത് ചെറിയ സ്ഥലത്തായാലും വലിയ സ്ഥലത്തായാലും നിങ്ങളോട് കോമ്പറ്റീഷൻ വയ്ക്കുന്നവർക്ക് പരാജയവും നിങ്ങൾക്ക് വിജയവുമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ ദൈവം സൈനിലൂടെ കാണിച്ചു തരികയാണ്.
അതായത് ദൈവം നിങ്ങളോട് ഇതാണ് പറയുന്നത്, എല്ലാ മോശം സാഹചര്യത്തിലും എല്ലാ സ്ഥിതിയിലും ജയിക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആ വിജയം നേരത്തെ തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട്. അത് ദൈവം പല സൈനിലൂടെയും നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ ആദ്യമൊക്കെ പേടിക്കും, എനിക്കിതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ലാസ്റ്റ് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ഒന്നാമത്തെ നമ്പറിൽ വരണം, എനിക്ക് ജയിക്കണം, അങ്ങനെ ഒരു അഹങ്കാര ഭാവം നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു എനർജി അങ്ങനെയാണ്, നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കോമ്പറ്റീഷനിലും. നിങ്ങൾക്ക് അഹങ്കാരവും ഈഗോയും അത് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മോശം സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ അതിലെല്ലാം നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു. കാരണം ഒത്തിരി ആൾക്കാർ ടീമായിട്ട് നിന്ന് വിജയിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഒരാൾ നിന്നാണ് വിജയിക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് ഒരു ടീമായിരിക്കും, ഇപ്പുറത്തെ സൈഡ് നിങ്ങൾ ഒരാളായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ അർജുൻ്റെ ആ ഒരു ലക്ഷ്യമില്ല, അതേപോലത്തെ ലക്ഷ്യമാണ് നിങ്ങളുടേത്. എൻ്റെ മറുവശത്ത് എൻ്റെ ബന്ധുക്കളും എല്ലാമാണ്, ഞാൻ ഒരാൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഇവരോടെല്ലാം പോരാടുമെന്ന് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നില്ലേ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, പിന്നെ എന്ത് നീ പേടിക്കണമെന്ന്. അതേപോലെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, പിന്നെ എന്ത് നിങ്ങൾ പേടിക്കണം. നിങ്ങളുടെ ലൈഫിൽ മിക്കപ്പോഴും സിറ്റുവേഷൻ ഇങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്. അതായത് ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവത്തില്ല, കേവലം ഈശ്വരനല്ലാതെ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഇപ്പോൾ ഉള്ളത് അതെല്ലാം നിങ്ങൾ ഈശ്വരന് സറണ്ടർ ചെയ്യുക. ഈശ്വരൻ അതിലെല്ലാം നിങ്ങൾക്കൊരു പരിഹാരം കൊണ്ടു തരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം കാണാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉറപ്പായിട്ടും കാണാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹൃദയം നിങ്ങളോട് പറയുകയാണ്, ശംഖ് വാങ്ങിക്കണം, വീട്ടിൽ ശംഖ് വാങ്ങിച്ച് വയ്ക്കണമെന്ന് നിങ്ങളുടെ ആ ഒരു ഹൃദയം നിങ്ങളോട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ശംഖിൻ്റെ ആ ഒരു ഇമേജ് കാണുക, അല്ലെങ്കിൽ ശംഖ് നേരിട്ട് കാണുക. നിങ്ങൾ ഇല്ലെങ്കിൽ ശംഖനാദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ സ്വയം നിങ്ങൾ ശംഖനാദം കേൾക്കുന്നുണ്ടായിരിക്കാം. വീട്ടിൽ ശംഖനാദത്തിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഓം മന്ത്ര അല്ലെങ്കിൽ ഓം നമഃശിവായ മന്ത്രം കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ എന്തോ ഒരു മന്ത്രം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ആയിട്ട് വയ്ക്കുക. കാരണം നിങ്ങളുടെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ആ മന്ത്രം നിങ്ങളെ രക്ഷിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അതനുസരിച്ചാണ് നിങ്ങൾ ആ ഒരു മന്ത്രം കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇവിടെ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത് വളരെ വലിയ ആവശ്യമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഊർജത്തെ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവേണ്ടതായിട്ടുള്ളത് ദൈവനിശ്ചയമാണ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ആദ്യം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യൂ. എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങൾ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തും സംസാരിക്കും, പക്ഷെ ആ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ആ ഒരു വിഷമം എന്താണോ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ മുമ്പുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ജീവിച്ചിട്ട് പോകാൻ വേണ്ടി വന്നവരല്ല. ഈ ഒരു ജീവിതം വെറുതെ ഒന്ന് ജീവിച്ചിട്ട് പോകാൻ വേണ്ടി വന്നവരല്ല. നിങ്ങൾ ഇതിഹാസം എഴുതാൻ വേണ്ടി വന്നവരാണ്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങളെ മാറ്റിക്കൊണ്ടുവരികയാണ് ദൈവം ഓരോ സമയവും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ പോലെയുള്ള ഒരു യാത്രയല്ല നിങ്ങളുടേത്, നിങ്ങളുടെ യാത്ര വേറെയാണ്. അതിനു വേണ്ടിയാണ് കഠോരമായ ശിക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. പല പരീക്ഷകളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. വീണ്ടും വീണ്ടും ദൈവം വളരെ മോശമായ സ്ഥിതികളിൽ നിങ്ങളെ കൊണ്ട് ഇട്ടു. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയും ചെയ്തു.
അത് എത്ര മോശം സാഹചര്യത്തിൽ നിങ്ങൾ എത്തിയാലും അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാണ് നിങ്ങൾ പുറത്ത് വന്നത്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ദൈവം പറയുന്നത്, നിങ്ങൾ ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള സമാധാനം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. നിങ്ങൾ ഓരോ പ്രശ്നത്തിനും പരിഹാരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു പ്രശ്നം തിരികെ വരാൻ പാടില്ല. ആ രീതിയിലാണ് പരിഹാരം നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ടേക്കറായിട്ട് മാറുക നിങ്ങൾ. പിന്നെ ഒരിക്കലും കോൺഫിഡൻസ് കുറയരുത്. എപ്പോഴും കോൺഫിഡൻസ് ഉള്ളവരായി മാറുക നിങ്ങൾ. കാരണം ലൈഫിൽ നമ്മൾ ഒരിക്കലും ഒരു ഇപ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഒന്നുകിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം പേടിക്കും, ദൈവമേ അങ്ങോട്ട് എടുത്ത് ചാടിയാൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അതോ ഇപ്പുറത്തോട്ട് ചാടണമോ, അങ്ങനൊരു സ്ഥിതി വരും. അതായത് ഒരു ക്രോസ് റോഡിൽ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ, എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ റിസ്ക് ടേക്കറായിട്ട് മാറുക. ദൈവത്തിനെ മനസ്സ് വിചാരിച്ചുകൊണ്ട് കോൺഫിഡൻസോട് കൂടി ഒരു പേടിയും കൂടാതെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്ന അതനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്ക് നിങ്ങൾ കൂടുതൽ വാല്യൂ കൊടുക്കരുത്. നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ആ ഒരു പേടി, അതെല്ലാം മാറ്റാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാനായിട്ട്. ഞാൻ ഡാർക്ക് കളർ വസ്ത്രം ധരിക്കുന്നത് വളരെ കുറവാണ്. ലൈറ്റ് കളർ യൂസ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബ്ലാക്കും ബ്ലൂവും ഈ നിറം ഞാൻ വളരെ ചുരുക്കം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വൈറ്റ് കളറ്, പിങ്ക് കളറ്, ക്രീം കളറ്, ഈ വസ്ത്രങ്ങൾ, ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ വസ്ത്രങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് പർപ്പിൾ നിറം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യും. പിന്നെ രാവിലെ എണീച്ച് കുളിച്ചിട്ട് സൂര്യഭഗവാനെ നോക്കി ഓം സൂര്യായ നമഃ എന്ന് പറയുന്ന ആ ഒരു മന്ത്രം ഞാൻ ഉച്ചരിക്കും. പിന്നെ ഉള്ള ഒരു കാര്യമാണ്, നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറയണമെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു 15 അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും ദൈവം. അതായത് നമ്മുടെ ആഗ്രഹം എന്താണോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അത് പോസിറ്റീവായിട്ട് പറയുക. ആദ്യത്തെ ദിവസം പറയുക, രണ്ടാമത്തെ ദിവസം പറയുക, മൂന്നാമത്തെ ദിവസം പറയുക. ചിലപ്പോൾ 1-2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മളങ്ങ് മറന്നു പോകും. നമ്മുടെ ആ ഒരു തിരക്കിനിടയിൽ മറന്നു പോകും. പക്ഷെ വീണ്ടും നമുക്ക് ഓർമ്മ വരും, വീണ്ടും ചെയ്യുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസമെങ്കിലും ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. ചെറിയ ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങാൻ നിങ്ങൾ. ഈ ഒരു കാര്യം എനിക്ക് വർക്കായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും വലിയ നല്ലൊരു ഉപായം എന്ന് പറയുന്നത് ഈ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ സ്വയം പുകഴ്ത്തി പറയുന്നത് കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആകും. അതായത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല, എൻ്റെ ആ ഓറ വളരെ സ്ട്രോങ് ആണ്, വളരെ പവർഫുള്ളാണ് എൻ്റെ ഓറ. അങ്ങനെയൊക്കെ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ നോക്കി തന്നെ പറയുക. നമ്മുടെ ആത്മവിശ്വാസം തനിയെ വർദ്ധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്കും ഇതേപോലെ പേടി, എല്ലായിടത്തും പോവാൻ പേടി, എപ്പോഴും വീട്ടിലിരിക്കുക, ഒരു സ്റ്റേജ് പെർഫോമൻസ് വന്നാൽ അതിന് പേടി, അതായത് എല്ലാത്തിനും പേടി, അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പേടിയെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മിറർ ടെക്നിക്ക് നിങ്ങളോട് പറഞ്ഞു ചെയ്യാൻ. പേടി നമുക്ക് ഒത്തിരി ടെൻഷനാണ് തരുന്നത്. അതുകൊണ്ട് ആ പേടിയെ നമ്മൾ കളയുക. പേടി ഒരു വ്യക്തിയെ നല്ലതാക്കി മാറ്റത്തില്ല, മോശമാക്കിയേ മാറ്റുകയുള്ളൂ. പിന്നെ പേടി എപ്പോഴും ഷോർട്ട് കട്ട് സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അതൊരിക്കലും നമുക്ക് നല്ലതായിരിക്കില്ല തരുന്നത്. ഒരു യോദ്ധാവെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മൈതാനത്തിൽ ഇറങ്ങി കളിക്കുന്നവരാരോ അവരാണ് യോദ്ധാവ്. അല്ലാതെ പേടിച്ച് മാറി നിൽക്കുന്നവർ ഒരിക്കലും യോദ്ധാവല്ല. നിങ്ങളെല്ലാവരും യോദ്ധാവാണ്. എൻ്റെ ലൈഫ് 2 കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നുകിൽ പേടിച്ച് ഓടിപ്പോവും, ഇല്ല എങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു ഇതിൽ വേണ്ടി ഇറങ്ങിത്തിരിക്കൂ. പേടിച്ച് ഓടിപ്പോയാൽ പിന്നെ അതിനെ നേരം കാണിക്കുകയുള്ളൂ. മറിച്ച് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി ശ്രമിച്ചാൽ നമുക്ക് ചിലപ്പോൾ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് പേടിച്ച് മാറി നിൽക്കുന്ന ഊർജ്ജമല്ല, മൈതാനത്തിൽ ഇറങ്ങി കളിച്ച് വിജയിക്കുന്ന ഊർജ്ജമാണ് നിങ്ങളുടേത്.
ഇവിടെ ലാസ്റ്റ് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ടവർ മൂമെൻറ്റ് മറ്റുള്ളവരുടെ ആ ഒരു ഷഡ്യന്ത്രത്തിൻ്റെ പാത്രമായതാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള ഒരു ടവർ മൂമെൻ്റ് ആയിരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാർ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിലൊരു ടവർ മൂമെൻറ്റ് ക്രിയേറ്റ് ആക്കിയതാണ്. അവർ വിചാരിച്ചത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു സമയം, ആ ഒരു സമയം വെറുതെ പോകണം, ആവശ്യമില്ല ചിന്തിച്ച് വിഷമിച്ച് പോകണം, നിങ്ങൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനോ ഒന്നിനും പാടില്ല. അങ്ങനെയാണ് അവർ ആ ഒരു ടവർ മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കിയത്. അതായത് ഇവർ ആഗ്രഹിച്ചത് നിങ്ങളുടെ നല്ല സമയം എല്ലാം പാഴായി പോകണം, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനും പാടില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു പിടിവള്ളി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്. അതിൽ പിടിച്ച് നിങ്ങൾ കയറുന്നു. അതേപോലെയാണ് എല്ലാ നിമിഷവും നിങ്ങൾക്കുണ്ടാവുന്ന ലൈഫിൽ. അതായത് എവിടെയാണോ നിങ്ങളുടെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടത് അവിടെ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കാര്യത്തിൻ്റെ ആ ഒരു പ്രതീക്ഷയാണോ ഇല്ല എന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഹൃദയം പടപട അടിക്കുന്നു, ഏകാന്തമായിട്ടിരിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്, ആരോടും സംസാരിക്കാതെ ഏകാന്ത പ്രിയരായിട്ടിരിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങളാവാനുള്ള കാരണമുണ്ട്. കാരണം നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നുമില്ല. അപ്പോൾ പിന്നെ ഏകാന്ത പ്രിയരാവുന്നത് തന്നെയാണ് നല്ലത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ റെഡിയാക്കുകയാണ്, നിങ്ങളെ സാഹസികരാക്കി മാറ്റുകയാണ് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. റിസ്ക് ടേക്കറായിട്ട് മാറുന്ന വീഡിയോകളായിരിക്കാം ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു റിസ്ക് ടേക്കറായി മാറുക എന്നതാണ്. അതിനു വേണ്ടിയുള്ള സൈൻ ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. ഇവിടെ ലൈഫ് ഒരു അവസരവും കൂടെ നിങ്ങൾക്ക് തരികയാണ്. ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അങ്ങനൊരു അവസരം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം വരും. അപ്പോൾ ആദ്യം ഇങ്ങനെയായിരിക്കും, ഞാൻ പേടിച്ച് ഈ ഒരു അവസരത്തിനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ എനിക്ക് പിന്നെ ഒരു അവസരം ദൈവം തരണമെന്നില്ല. പക്ഷേ ഞാൻ ഈ ഒരു പേടിയെല്ലാം മാറ്റി കോൺഫിഡൻസോടുകൂടി ഈ ഒരു അവസരത്തെ വിനിയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിനെ തന്നെ എനിക്ക് ചേഞ്ച് ആക്കാൻ സാധിക്കും. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു അവസരം വരുമ്പോൾ ചിന്ത വരുന്നത്. ഇവിടെ എന്തായാലും ഇങ്ങനൊരു അവസരം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു അവസരത്തെ കൈവിട്ട് കളയുകയില്ല. ഇവിടെ പല ആൾക്കാരുടെ ലൈഫിൽ ഈ ഒരു അവസരം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ തന്നെ റെഡിയാക്കുകയാണ്. ഇവിടെ സമയവും നിങ്ങളെ അതിനുവേണ്ടി റെഡിയാക്കുകയാണ്. പക്ഷേ എല്ലാം കൂടെ ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഒരു ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ആടിയൊക്കെ കൊടുത്ത് ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു ജീവിതത്തിൽ ഒരു സമയം വരും, പരീക്ഷയുടെ ആ ഒരു സമയം. ആ ഒരു സമയം അവർ വിജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ ആ കുട്ടിയെ ടീച്ചർ അടിച്ച് പഠിപ്പിക്കുന്നത്. അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു ജീവിത വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഓരോ ട്രാൻസ്ഫോർമേഷനും ഓരോ പരീക്ഷകളും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പോളിഷായി മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നവരായി മാറാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ടീച്ചറിനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും എത്ര വയസ്സായാലും ആ ഒരു ടീച്ചറെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കും. പക്ഷേ ആ ഒരു വ്യക്തി കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം നമുക്ക് ഉണ്ടായത് എന്ന് പിന്നെ നമുക്ക് മനസ്സിലാകും. അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ടവർ മൂമെൻറ്റ്. അപ്പോൾ നിങ്ങൾ പറയും, അന്ന് ആ ഒരു ടവർ മൂമെൻറ്റ് ഫേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് വിജയിക്കാൻ സാധിച്ചത് എന്ന്. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണ്. ഒരു സമയം നിങ്ങൾക്ക് ഒരു ജോലി മാത്രമല്ല, 1, 2, 3 ജോലി ചെയ്യാൻ നിങ്ങൾ സക്ഷമനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ബുദ്ധിയാണ് നിങ്ങളുടേത്. ഒരു സമയം നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഒരു സമയം 2, 3 കാര്യം ചെയ്യാൻ നിങ്ങൾക്കൊരു മടിയുമില്ല. അതായത് കുറച്ച് സമയം കൊണ്ട് തന്നെ അധികമായിട്ട് ജോലി ചെയ്യുക, ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അത്രയ്ക്ക് വർക്കഹോളിക്കായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ ആരാണോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗെയിം പ്ലാൻ ചെയ്തത്, ആ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ ഒരു ഗെയിം. പക്ഷേ അതിൻ്റെ അവസാനം വളരെ നിർണായകമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിനെ തകർക്കാൻ വേണ്ടിയാണ് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ
അതിൻ്റെ വിജയം നിങ്ങൾക്കായിരിക്കും ലഭിക്കുക എന്ന് അവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്ന അവർക്കായിരിക്കും ലഭിക്കുക എന്നാണ്. കാരണം നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെ നിങ്ങൾക്ക് ഭയക്കണം? ഈ പൂർണ്ണമായിട്ടുള്ള ലോകം പോലും നിങ്ങൾക്ക് വിരുദ്ധമായിട്ടിരുന്നാൽ പോലും യൂണിവേഴ്സ് ഒരാൾ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇനി നിങ്ങൾ ഒരു പേടിയും കൂടാതെ ജീവിച്ചോളൂ. കാരണം ആര് നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്താലും നിങ്ങൾക്ക് നേരെ കോമ്പറ്റീഷന് വന്നാലും നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, യൂണിവേഴ്സ് ഉണ്ട്, അത് മതി. നിങ്ങളില്ലെങ്കിൽ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് ആര് തെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒരു സമയമാകുമ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കണ്ണാലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വരാൻ പോകുന്ന ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ യെല്ലോ ഫ്ലവർ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗുരുകൃപ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ട് എന്നാണ്. ഞാൻ കഴിഞ്ഞു പോയ വീഡിയോകളിലൊക്കെ പറഞ്ഞു, ഇപ്പോൾ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന സമയമാണ്. മിക്കപ്പോഴും നിങ്ങൾക്ക് അത് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മഞ്ഞ നിറത്തിൽ പൂക്കുന്ന ചെടികൾ ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ കാണുന്നതായിരിക്കാം. ഇവിടെ ഗുരുകൃപ നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെന്ന് ചിലപ്പോൾ ജ്യോത്സ്യൻ നിങ്ങളുടെ ഗ്രഹനില നോക്കി പറഞ്ഞിട്ടുണ്ടാകും. എന്തായാലും ഇനി നിങ്ങളുടെ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും നല്ല ഒരു കാര്യത്തിന് തുടക്കം ഇട്ടിട്ടുണ്ട്, അത് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു തടസ്സം മാറി എല്ലാം നല്ല രീതിയിൽ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഗുരുകൃപ വരുമ്പോൾ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറി എല്ലാം നല്ലതായിട്ട് നടക്കുന്നു. അത് മാരേജ് ആയാലും വീട് പണിയായാലും നല്ലൊരു ജോലി, ഗവൺമെൻറ് ജോലി ആയാലും. ഇവിടെ വലിയ രീതിയിൽ എന്താണോ നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും ഗുരുവിൻ്റെ ആ ഒരു കൃപയോടുകൂടി. കാരണം ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഗുരുകൃപ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സമയമാണ്. ഇവിടെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു പുതിയ ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഒരു പുതിയ ജന്മം ആണ് ഇത് എന്ന്. ഇനി ആ ഒരു പുതിയ ചാപ്റ്ററിൽ ഒരു മോശം ആൾക്കാരുടെയും എൻട്രി നിങ്ങൾക്ക് സഹിക്കേണ്ടി വരത്തില്ല. ഇനി നിങ്ങളുടെ ആ ഒരു പരിശ്രമം വെറുതെ ആവത്തില്ല. കാരണം നിങ്ങൾ അത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനി പാഴായി പോവത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യൂ. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്ക് പരാജയം കിട്ടിക്കാണും, പക്ഷേ ഇനി വിജയമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു റിസൾട്ട് വളരെ നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളെ ഒരിക്കലും ദുഃഖത്തിൽ വയ്ക്കത്തില്ല, സന്തോഷത്തിൽ മാത്രമേ വയ്ക്കുകയുള്ളൂ. ഈ ഒരു മാർച്ച് മന്ത് നിങ്ങൾക്ക് എന്തോ വലിയ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളെക്കാട്ടി ഏജിൽ കൂടിയ ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു സജഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്. ഇവിടെ അവരുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിരിക്കാം അവരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം. അത് ക്യാഷ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. അങ്ങനൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 40 ഡേയ്സിനുള്ളിൽ ആരുടെയോ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള സമയത്തായിരിക്കും അവർ സഹായിക്കുന്ന. ആ ഒരു സമയം നിങ്ങൾക്ക് സഹായം അത്യാവശ്യമായിരുന്നു. ആ ഒരു സമയത്താണ് ഇവർ സഹായിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ദേവദൂതനെ പോലെ വന്നാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഇതൊരു മെയിൽ പേഴ്സണാണ്. ഏജിൽ നിങ്ങളെയും കാട്ടി വയസ്സ് കൂടിയ ആളാണ്. ഒരു മെസ്സേജ് മുന്നത്തെ റീഡിങ്ങിലും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മെസ്സേജ് വരത്തില്ല, നടക്കും വരെ അത് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗാർഡൻ ഏരിയയിൽ, അതായത് ഒത്തിരി ഫ്ലവറൊക്കെ ഉള്ള ഗാർഡൻ ഏരിയയില്ലേ, അവിടെ ആയിരിക്കാം കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തി എന്താണോ നിങ്ങളെ കാണുമ്പോൾ പറയുന്നത് അവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രശ്നത്തിലുള്ള പരിഹാരം ആ ഒരു വാക്കുകളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ നിറത്തിലുള്ള ഫെതേഴ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും.
ഇവിടെ നിങ്ങൾ എന്തോ ഒരു ടെക്നിക്ക് ചെയ്തു. 33 പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ 3 ദിവസം എഴുതി. അങ്ങനെ ആ ഒരു ടെക്നിക്ക് വർക്കായതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ആ ഒരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ 33 പ്രാവശ്യം 3 ദിവസം എഴുതി ആ ഒരു ആഗ്രഹം നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ആരോ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്കൊരു കോള് വരും. 9-നും 10-നും ഇടയിലായിരിക്കും കോള് വരുന്നത്. ആ ഒരു ഗുഡ് ന്യൂസ് റിലേറ്റഡ് ആയിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നൈറ്റ് സമയമാണ് ഈ ഒരു കോള് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ വരാൻ പോകുന്ന 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ് ആയിരിക്കാം. ഇല്ല എങ്കിൽ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വിപരീതമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾ പക്ഷമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം. ഇവിടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആര് തന്നെ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ നോക്കിയാലും ലാസ്റ്റ് നിങ്ങൾ തന്നെ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തായാലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.